ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടനിലായിരുന്നു. ബ്രിട്ടനിൽ രാജഭരണം ഉണ്ടായിരുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിൻ്റെ പ്രീതിക്കനുസരിച്ചിട്ട് വേണം അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് രാജാവിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ യാതൊരു കാരണവും കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും, പിരിച്ചുവിടാൻ പറ്റും, സർവീസിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് പറ്റും. അതിനെയാണ് സിംപ്ലി ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയിലും ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഉണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ആയിരിക്കത്തില്ലല്ലോ. നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. ഇന്ത്യയിൽ ഓഫ് കോഴ്സ് അങ്ങനെ ഒരാൾ ജോലിക്കിരിക്കുന്ന ഒരാളെ ഒരു കാരണവുമില്ലാതെ ഇഷ്ടക്കേട് കൊണ്ട് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിരിച്ചുവിടാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഒരു ലാറ്റിൻ ഫ്രേസിൽ നിന്നാണ് ഈ ഒരു വാക്ക് ഡിറൈവ് ചെയ്ത് വന്നത്. ആ ലാറ്റിൻ ഫ്രേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിറാൻഡെ ബെനെ പ്ലാസിറ്റോ അല്ലെങ്കിൽ ഡിറാൻഡെ ബെനെ പ്ലാസിറ്റോ റെജിസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫ്രേസസ് ഉണ്ട്. ഈ ഫ്രേസസിൽ നിന്നാണ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ വന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഡുറാൻഡെ ബെനെ പ്ലാസിറ്റോ റെജിസ്. അപ്പം ഡുറാൻഡെ ബെനെ പ്ലാസിറ്റോ എന്ന് പറഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അർത്ഥം തന്നെയാണുള്ളത്. മറ്റേതിൽ റെജിസ് എന്നുള്ള ഒരു ടേമും കൂടെ വന്നിട്ടുണ്ട്. റെജിസ് എന്ന് പറഞ്ഞാൽ കിങ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് രാജാവിൻ്റെ ഇഷ്ടക്കേടിനെതിരായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്, ആൾക്കാരെ പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഓഫ് കിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആക്ട് ഏതാണെന്ന് വെച്ചാൽ ചാർട്ടർ ആക്ട്. എന്നായിരുന്നു ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്? ഓൾ ഇന്ത്യ സർവീസസിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. 1833 അല്ലേ, 1833 ചാർട്ടർ ആക്ടിൽ ഓൾ ഇന്ത്യ സർവീസസിനെ കുറിച്ചും സിവിൽ സർവീസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഐഡിയ കൊണ്ടുവന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കൂടി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അതിനകത്ത് സെക്ഷൻ 240 ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ പറയുന്നത്. ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്, ആ ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിൾ 164 ക്ലോഷർ 1. ഇപ്പോൾ എല്ലാത്തിലും എന്ത് ചോദിക്കാറുണ്ട്? ആർട്ടിക്കിൾ മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള ക്ലോഷേഴ്സ്, അതായത് 1 ആണോ 2 ആണോ, 1ൽ തന്നെ സി എ ബി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയേ പറ്റൂ. ആർട്ടിക്കിൾ 164 ക്ലോഷർ 1ൽ എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ചീഫ് മിനിസ്റ്ററിനെ ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. മറ്റു മിനിസ്റ്റേഴ്സിനെ CMന്റെ അഡ്വൈസോട് കൂടിയിട്ടാണ് ഗവർണർ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് ചീഫ് മിനിസ്റ്ററാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത്. ചീഫ് മിനിസ്റ്ററിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉള്ളത്. ചീഫ് മിനിസ്റ്ററിനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ചീഫ് മിനിസ്റ്ററിൻ്റെ അഡ്വൈസോട് കൂടിയിട്ടാണ് ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനെ എല്ലാവരെയും ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം മിനിസ്റ്റേഴ്സ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ഗവർണർ, ഇങ്ങനെ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ്. അതായത് മിനിസ്റ്റേഴ്സ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ഗവർണർ. ഗവർണറിൻ്റെ പ്ലഷർ അനുസരിച്ചിട്ടാണ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്ന ഓഫീസ് ഹോൾഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെയാണോ? അല്ല. അതായത് മിനിസ്റ്റേഴ്സിനെ എപ്പോൾ വേണമെങ്കിലും ഗവർണർക്ക് റിമൂവ് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. അതെന്താന്നൊക്കെയാണ് പിന്നെ നമ്മൾ പറയും. കാരണം ആരിഫ് മുഹമ്മദ് ഇരുന്ന സമയത്ത്, ഗവർണറായിരുന്ന സമയത്ത് ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട് കടുത്ത എതിർപ്പുണ്ടാവുകയും ആ സമയത്ത് ഫിനാൻസ് മിനിസ്റ്ററിനെ റിമൂവ് ചെയ്തേ പറ്റൂ, ഈ മിനിസ്റ്റേഴ്സിനെ എല്ലാം ഞാൻ റിമൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഹൈലി കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നിട്ടുള്ള കുറേ പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം CMന്റെ അഡ്വൈസോട് കൂടി അല്ലാതെ, അല്ലെങ്കിൽ CM തീരുമാനിക്കുന്നതല്ലാതെ മറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ ഒന്നും അഡ്വൈസ് ഇല്ലാതെ, അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള റീസൺ ഇല്ലാതെ ഒരിക്കലും ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ മിനിസ്റ്ററിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മിനിസ്റ്റേഴ്സ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ഗവർണർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം മിനിസ്റ്റേഴ്സിനെ കുറിച്ച്, ചീഫ് മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ്, അതിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 164 ക്ലോഷർ 1. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്ലഷർ എന്നുള്ളത് നമ്മൾ വിചാരിക്കും ഈ ഒരു ഞാനിപ്പോൾ ഒരു ഗവർണർ ആണെങ്കിൽ എനിക്ക് CMനെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ മിനിസ്റ്ററിനെ ഇഷ്ടമല്ല, അയാളുടെ ഡ്രസ് കോഡ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അയാളുടെ സംസാര രീതി ശരിയല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ റീസൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. പ്ലഷർ എന്ന് പറഞ്ഞിട്ടുള്ളത് പേഴ്സണൽ ആയിട്ടുള്ള മീനിങ്ങിലല്ല പ്ലഷർ പറഞ്ഞിരിക്കുന്നത്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് പ്ലഷർ എന്നുള്ള ടേം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം റിയൽ പവർ ആർക്കാണുള്ളത്?
മിനിസ്റ്ററിനെയൊക്കെ ഡിസ്മിസ് ചെയ്യാനുള്ള റിയൽ പവർ CM-നാണുള്ളത്, ചീഫ് മിനിസ്റ്ററിനാണുള്ളത്. ഇതാണ് നമ്മൾ ഗവർണർ ഒരു റബ്ബർ സ്റ്റാൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ്. ഗവർണറിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, CM പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക. സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് പ്രസിഡന്റ് ഓൾസോ. അപ്പോൾ ഒരു ഗവർണറിന് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കനോട്ട് റിമൂവ് എ മിനിസ്റ്റർ ഓൺ ഹിസ് ഓൺ. സ്വന്തമായിട്ട് ഗവർണറിന് മിനിസ്റ്റേഴ്സിനെ ഒന്നും അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അധികാരമൊക്കെ ഉള്ളത് CM-നാണുള്ളത്. CM-ന്റെ അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആർട്ടിക്കിളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആർട്ടിക്കിൾ 75(2). ആർട്ടിക്കിൾ 75-ൽ 2 ആണ് പറയാൻ പോകുന്നത്, ക്ലോഷർ 2. അപ്പോൾ 75-ലെ ക്ലോഷർ 2-ൽ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ മിനിസ്റ്റർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ്. അതായത് 164 ക്ലോഷർ 1-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഗവർണറിൻ്റെ പ്ലഷറിലാണ് നമ്മുടെ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ തിരിച്ച്, അതായത് പ്രസിഡന്റിന്റെ പ്ലഷറിലാണ് ആരുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉള്ളത്. അത് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണുള്ളത്, ആർട്ടിക്കിൾ 75-ലാണുള്ളത്. 75 ക്ലോഷർ 2, ക്ലോഷർ 2-ലാണ് അത് വന്നിരിക്കുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ നോക്കുക. ഇനിയുള്ളത് ആർട്ടിക്കിൾ 155. ഇത് പലപ്പോഴും PSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 155 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 155-ൽ പറഞ്ഞിരിക്കുന്നത് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ആൻഡ് ഹോൾഡ്സ് ദ ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ്. കണ്ടോ, അതായത് ഗവർണർ എല്ലാവരെയും അടിച്ച് പുറത്താക്കാം, എനിക്ക് റിമൂവ് ചെയ്യാം, എനിക്ക് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഗവർണർ ഈസ് ഓൾസോ ഡ്യൂറിങ് ദ ഹോൾഡിംഗ് ദ ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ഹൂം, പ്രസിഡന്റ്. അതായത് പ്രസിഡന്റിന്റെ പ്ലഷറിന്റെ അണ്ടറിലാണ് ആര് വരുന്നത്, ഗവർണർ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഗവർണറിനെ എന്തെങ്കിലും അതൃപ്തി ഉണ്ടായി കഴിഞ്ഞാൽ, അത് ജെന്യുവിൻ ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, വിചാരണയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറേ ചടങ്ങുകളുണ്ട്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഗവർണർ ആരുടെ അണ്ടറിൽ വരുന്നുണ്ട്, പ്രസിഡന്റിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പം ഗവർണറിനെയും ആര് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രസിഡന്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഗവർണർ ഹോൾഡ്സ് ദ ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ്. ഇത് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 155 ആണ്. അതിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതാണ് ആർട്ടിക്കിൾ 310, 310. എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 310-ലാണ് എന്താണ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിലാണ്. ബാക്കിയുള്ള ആർട്ടിക്കിൾ 164 ക്ലോഷർ 1, ആർട്ടിക്കിൾ 75 ക്ലോഷർ 2, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 155 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, ഹോൾഡ് ദ ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ഹൂം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 310-ലെ ക്ലോഷർ 1-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിൻ്റെ അണ്ടറിൽ വരുന്നത്, അതായത് ഗവർണറിൻ്റെയും പ്രസിഡന്റിൻ്റെയും ഡോക്ട്രിൻ ഓഫ് പ്ലഷറിന് അണ്ടറിലായിട്ട് വരുന്നത് ആരൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിവിൽ സർവൻസ് വരുന്നുണ്ട്, അതായത് മെമ്പർ ഓഫ് ഡിഫൻസ് സർവീസസ്, സിവിൽ സർവീസസ്, ഓൾ ഇന്ത്യ സർവീസസ്, മിലിറ്ററി പോസ്റ്റുകളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഓഫീസേഴ്സ്, അതുപോലെ സിവിൽ പോസ്റ്റൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഓഫീസേഴ്സ്, സെൻട്രലായാലും സ്റ്റേറ്റിലായാലും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവരുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം മെയിനായിട്ട് സിവിൽ സർവൻസ്, ഓൾ ഇന്ത്യ സർവൻസ്, അതുപോലെ ഡിഫൻസ് സർവീസസിലുള്ളവർ, മിലിറ്ററി പോസ്റ്റിലുള്ളവർ ഒക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നവരാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി 311 ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 311-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്, സിവിൽ സർവൻസിൻ്റെ സേഫ് ഗാർഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. പെട്ടെന്നൊന്നും അങ്ങനെ വന്ന് സിവിൽ സർവൻസിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ജോലി കിട്ടി, അപ്പോൾ ഒരു കളക്ടറായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് റിമൂവ് ചെയ്യാം എന്ന്, അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് റിമൂവ് ആയി പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സിവിൽ സർവൻസിന് കുറേ പ്രൊട്ടക്ഷൻ ഉണ്ട്, സേഫ് ഗാർഡ്സ് ഉണ്ട്. അവർക്ക് പെട്ടെന്നൊന്നും അങ്ങനെ അവരെ അങ്ങ് സസ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൽ 311-ൽ പറഞ്ഞിരിക്കുന്നത്, 311-ലെ ക്ലോഷർ 1-ൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇമ്പോസസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ റിമൂവൽ ഓഫ് സിവിൽ സർവൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിവിൽ സർവൻസിനെ റിമൂവ് ചെയ്യുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ലോഷർ 1-ൽ. ക്ലോഷർ 2, 311-ലെ ക്ലോഷർ 2-ൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സിവിൽ സർവൻസ് ആർ ഗിവൺ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ എ ഹിയറിംഗ് ഓൺ ദ ചാർജസ് അഗൻസ്റ്റ് ദം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവർക്കെതിരായിട്ട്, സിവിൽ സർവൻസിനെതിരായിട്ട് എന്തൊക്കെ ചാർജസ് ആണോ ഉള്ളത് അതിനവരെ ഹിയറിങ്ങിന് വിളിക്കും. അപ്പം അവരുടെ ആ ഒരു കാര്യം കേൾക്കാനായിട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു അവസരം കൊടുക്കണം, അവരെ ഹിയറിങ്ങിന് വിളിക്കണം, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ളൊരിതുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അവർക്കുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് ആർട്ടിക്കിൾ 311-ലെ ക്ലോഷർ 2-ലാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ കേൾക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി.
ഇനിയുള്ളൊരു കാര്യം, ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ബ്യൂറോക്രാറ്റ്സിനൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ബാധകമാണ്. പക്ഷേ ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്താണ്, ഈ ഗവർണറിനും പ്രസിഡന്റിനും ഇമ്പോസ് ചെയ്യാൻ കഴിയാത്ത ചില ആൾക്കാരുണ്ട്. അത്രയും സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആരായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആരൊക്കെ ആയിരിക്കാം? നമ്മുടെ സുപ്രീം കോടതി ജഡ്ജ്, അതുപോലെ തന്നെ ഹൈക്കോർട്ടിലെ ജഡ്ജ്, പിന്നെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞ CAG, പിന്നെന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ആരാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? ഗ്യാനേഷ് കുമാർ, അല്ലേ? അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, പിന്നെ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് UPSC, അത് പബ്ലിക് സർവീസ് കമ്മീഷൻസ്. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ചെയർമാൻ, മറ്റ് മെമ്പേഴ്സ്, ഇവരെ ഒന്നും നമുക്ക് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ വഴി റിമൂവ് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമല്ല. പകരം അവർ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? ഇംപീച്ച്മെന്റ്, അല്ലേ? ഇംപീച്ച്മെന്റ് ഓർ പാർലമെന്ററി അഡ്രസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇവരെ റിമൂവ് ചെയ്യുന്നത്. ഇംപീച്ച്മെന്റ് ഓർ പാർലമെന്ററി അഡ്രസ്. ഓക്കെ, അപ്പോൾ അതുവഴിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ദേ ഹാവ് എ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ. ഇത്രയും കാലയളവ് വരെ ഇരിക്കാനുള്ള ഒരു സെക്യൂരിറ്റി ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഇവരിൽ ഇമ്പോസ് ചെയ്യുന്നില്ല. ഇവർക്ക് ഇംപീച്ച്മെന്റ് പോലുള്ള പാർലമെന്ററി പ്രൊസീജിയേഴ്സ് ആണ് നേരിടേണ്ടി വരുന്നത്. പാർലമെന്ററി നടപടിക്രമത്തിലൂടെയാണ് ഇവരെ പുറത്താക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജി ആയാലും, ഹൈക്കോടതി ജഡ്ജി ആയാലും, CAG ആയാലും, അതുപോലെ തന്നെ വേറെ ആരാ പറഞ്ഞിട്ടുള്ളത്? CAG ഉണ്ട്, ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനും മറ്റ് മെമ്പേഴ്സും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ദേ കാൺട്ട് വയലേറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് നമ്മൾ ആർട്ടിക്കിൾ 14 ഉണ്ട്, നിയമസമത്വം, അല്ലേ? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അതുപോലെ ആർട്ടിക്കിൾ 15 ഉണ്ട്. അങ്ങനെ കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ. ആ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഒന്നും ഡോക്ട്രിൻ ഓഫ് പ്ലഷർ വയലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. പിന്നെ കുറച്ച് കേസ് സ്റ്റഡിയാണ് ഇപ്പോൾ PSCക്ക് എപ്പോഴും ചോദിക്കുന്ന, UPSC ആയാലും ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കുറച്ച് കേസ് സ്റ്റഡികളാണ് നോക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡി, സുപ്രീം കോടതി വിധികളൊക്കെ വന്നിട്ടുള്ള കേസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഡോക്ട്രിൻ ഓഫ് പ്ലഷറുമായി ബന്ധപ്പെട്ടിട്ട് 3 കേസ് സ്റ്റഡീസ് ആണ്. ഒന്നാമതാണ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് അബ്ദുൾ മജീദ് 1954. 1954 സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് എന്താണ് അബ്ദുൾ മജീദ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇംഗ്ലീഷ് കോമൺ ലോ ഹാസ് നോട്ട് ബീൻ അഡോപ്റ്റഡ് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി ആൻഡ് വിത്ത് ഓൾ ഇറ്റ്സ് റിഗനസ് ഇംപ്ലിക്കേഷൻസ്. അതായത് ഇംഗ്ലീഷുകാരിൽ നിന്ന്, ആ ബ്രിട്ടൻകാരിൽ നിന്ന് ആ രാജഭരണം എങ്ങനെയായിരുന്നു ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഇമ്പോസ് ചെയ്ത് അവരെ റിമൂവ് ചെയ്യുന്നു, അല്ലേ? അത് അതുപോലെ എൻറ്റയർ ആയിട്ടും, ആ വാക്ക് ശ്രദ്ധിക്കണം, എൻറ്റയർ ആയിട്ടും നമ്മുടെ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ഹാസ് നോട്ട് ബീൻ അഡോപ്റ്റഡ് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി. മൊത്തത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഇന്ത്യയിലുള്ളത്. അതുപോലെയുള്ള കൺസെപ്റ്റ് അല്ല ഇവിടെ ഉള്ളത്. അതുപോലെയാണെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ എന്താവും? വളരെയധികം പ്രശ്നത്തിലാവും. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. രാജഭരണമാണെങ്കിൽ നടന്നേനെ. അപ്പം എൻറ്റയറിറ്റി ഇല്ല, അതായത് കംപ്ലീറ്റ്ലി അതുപോലെ അല്ല ഉള്ളത് എന്നുള്ളത് അത് ഒരു പ്രസ്താവന പറഞ്ഞിട്ടുള്ളതായിരുന്നു. സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് അബ്ദുൾ മജീദ് 1954. നെക്സ്റ്റ് വൺ ഈസ് 1985 ഒരെണ്ണമാണ്, യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് തുളസിറാം പട്ടേൽ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കേസിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജന്മിത്വ വ്യവസ്ഥകളുടെ ഒരു അവശിഷ്ടമല്ല. അതുപോലെ തന്നെ എന്താണ്, ബ്രിട്ടീഷ് ക്രൗണിൽ വാസ് ഇറ്റ് ബേസ്ഡ് ഓൺ ഓർ നോർ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എനി സ്പെഷ്യൽ പ്രൊറോഗേറ്റീവ് ഓഫ് ദ ബ്രിട്ടീഷ് ക്രൗൺ ബട്ട് വാസ് ബേസ്ഡ് ഓൺ പബ്ലിക് പോളിസി. അതായത് രാജഭരണത്തിൻ്റെയോ ജന്മിമാരുടെയോ അവരുടെ ആ ഒരു എന്താണ്, അവർ ചെയ്യുന്ന അതിൻ്റെ അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ ഉള്ളത്. രാജഭരണവും ഫ്യൂഡലിസവും ഒന്നുമല്ല ഉള്ളത്. ബ്രിട്ടീഷ് ക്രൗണിൻ്റെ ഫ്യൂഡൽ ഏജിൻ്റെ റെലിക്സ് എന്ന് വെച്ചാൽ അവരുടെ അവശിഷ്ട ആയിട്ടുള്ള എന്താണ്, അതിൽ നിന്നുള്ള ബാക്കി പത്രം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് റെലിക്സ് എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ളൊരു കാര്യമല്ല ഇവിടെ നിലനിൽക്കുന്നത്. പകരം എന്താണ്, ബേസ്ഡ് ഓൺ പബ്ലിക് പോളിസി, പൊതുനയം, അതായത് ജനങ്ങൾക്ക് എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള പബ്ലിക് പോളിസിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് ഓർക്കാനുള്ള 2 വാക്കുകൾ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് അബ്ദുൾ മജീദ് 1954 വെച്ചാൽ ആ വാക്ക് ഏതാണ്? എൻറ്റയറിറ്റി, അല്ലേ? മുഴുവനായും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത്. 1985 പറഞ്ഞിരിക്കുന്ന തുളസിറാം പട്ടേലിൻ്റെ കേസിൽ പറഞ്ഞിരുന്ന പബ്ലിക് പോളിസിയെ ബേസ് ചെയ്തിട്ടാണ്, നോട്ട് ഓൺ ഫ്യൂഡലിസം ആൻഡ് ബ്രിട്ടീഷ് ക്രൗൺ. നെക്സ്റ്റ് ഈസ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് ബൽബീർ സിംഗ്. ബൽബീർ സിംഗിൻ്റെ ഈ ഒരു കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ 1998 ഉണ്ടായ ആ ഒരു ഇൻസിഡൻ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കോർട്ട് ഹാസ് ദ പവർ ടു എക്സാമിൻ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓർ ദ ഗവർണർ ആസ് ദ കേസ് മേ ബി. അതായത് ജുഡീഷ്യൽ റിവ്യൂ നമുക്കറിയാമല്ലേ, കോർട്ടിന് വന്നിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല കാര്യങ്ങളും
എന്താണ് അത് ഒരു നിയമം ഉണ്ടാകുമ്പോഴത്തേക്കും കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ വയലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ കോർട്ടിന് പരിശോധിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. കോടതിക്ക് ഇടപെടാൻ പറ്റും. ജുഡീഷ്യൽ ആക്ടിവിസം ഉണ്ട്. അങ്ങനെയുള്ള പല ക്യാരക്ടേഴ്സും ഉണ്ട് കോടതിക്ക്. അപ്പം ഉത്ഭവാധികാരം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ കോർട്ടെന്ന് പറയുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും എന്താണ് സാറ്റിസ്ഫാക്ഷൻ അതിനെ എക്സാമിൻ ചെയ്യാൻ പറ്റും. പവർ ടു എക്സാമിൻ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ദ ഗവർണർ ആസ് ദ കേസ് മേ ബി. അതായത് ആ ഒരു കേസിൽ ജെനുവിൻ ആണോ, അല്ലെങ്കിൽ ആ തീരുമാനം എടുത്തത് ശരിയായോ, കാര്യങ്ങളെല്ലാം തന്നെ പ്രസിഡന്റും ഗവർണറും അങ്ങനെ എടുക്കുന്നത് ശരിയാണോ, തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ നോക്കുന്നത് കറക്റ്റ് ആണോ, കാര്യങ്ങൾ ഇതിലെല്ലാം തന്നെ കോർട്ടിന് റിവ്യൂ ചെയ്യാൻ പറ്റും. കോർട്ടിന് അധികാരമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ എക്സാമിൻ ചെയ്യാൻ, ഇത് എക്സാമിൻ ചെയ്യാനുള്ള അധികാരം കോർട്ടിനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് കോർട്ടിൻ്റെ കൺട്രോളിലാണ് ഏതൊക്കെയെന്ന് പറയുന്നത്, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, അതുപോലെ തന്നെ എമർജൻസി, അതായത് ഒരു അടിയന്തരാവസ്ഥയൊക്കെ ഇപ്പം അതിൽ സൈൻ ചെയ്യുന്നത് ആരാണ്, പ്രസിഡന്റ് ആണല്ലേ. പക്ഷേ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ അടിയന്തരാവസ്ഥയൊക്കെ അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അത് പ്രസിഡന്റിന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇനി അടിയന്തരാവസ്ഥ ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടോ, അത് ഇപ്പോൾ ചെയ്യേണ്ടതാണോ എന്നൊക്കെ വേണമെങ്കിൽ കോർട്ടിന് ഇടപെടാം, അല്ലെങ്കിൽ കോർട്ടിന് അത് അന്വേഷിക്കാം. കോർട്ടിൻ്റെ കൺട്രോളിലാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ജസ്റ്റ് ഓർത്തേക്കുക. അപ്പം പ്രസിഡന്റും ഗവർണറും ഒക്കെ എന്താണ്, ഗവർണറിനെ പ്രസിഡന്റിന്റെ കൺട്രോളിലാണെന്ന് പറഞ്ഞല്ലേ, ഏത് ആർട്ടിക്കിൾ 155 ഗവർണർ ഹോൾഡ് ദ ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആരാണ് അധികാരം, പ്രസിഡന്റിനും ഗവർണറിനും ഇങ്ങനെയൊക്കെ തീരുമാനം എമർജൻസി സിറ്റുവേഷനിലായാലും തീരുമാനം എടുക്കുമ്പോഴോ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ അപ്ലൈ ചെയ്യുമ്പോഴോ ഒക്കെ കോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും, റിവ്യൂ ചെയ്യാൻ പറ്റും. അതിന് മുകളിലായിട്ടൊരു ആള് വന്നു. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് അതെന്ന് പറയുന്നത് പേഴ്സൺ ലാൽ ദിങ്ര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കേസാണ്. 1958 വന്നത്. ഓക്കെ, മറ്റേതെന്നായിരുന്നു വന്നത്, നമ്മുടെ അബ്ദുൽ മജീദിൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞിട്ടുള്ളത് 1954 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടുള്ളത് എന്നാണ്, 1958 ആണ്, 4 വർഷം കഴിഞ്ഞിട്ടാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 311 സേഫ് ഗാർഡിങ് ആണല്ലോ, സേഫ് ഗാർഡിങ് ഓഫ് ദ സിവിൽ സർവൻസ്, അതിനെ സ്ട്രെസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവരുടെ ഡിസ്മിസൽ, അതുപോലെ അവരെ റിമൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ റിഡക്ഷൻ റാങ്ക്, പദവിയിൽ നിന്ന് എന്താണ് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ മാറ്റിയിട്ട് അവർ ഒരു പദവി കുറയ്ക്കുക, റിഡക്ഷൻ ഇൻ റാങ്കിൽ ഇപ്പോൾ എന്താണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആ റാങ്കിൽ നിന്നും തൊട്ട് താഴെയുള്ള റാങ്കിലേക്ക് കൊണ്ടുപോവുക, റിമൂവ് ചെയ്യുക, അവരെ ഡിസ്മിസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് ഈ ഒരു കേസാണ്, പേഴ്സൺ ലാൽ ദിങ്ര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1958. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മളെ 310യെക്കാളും 311, അതായത് സേഫ് ഗാർഡിങ് ഓഫ് ദ സിവിൽ സർവൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ഫണ്ടമെൻ്റൽ അതോറിറ്റി ഓൺ ആർട്ടിക്കിൾ 311 എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അവരുടെ ഡിസ്മിസൽ, റിമൂവൽ, റിഡക്ഷൻ റാങ്ക് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത ഒരു കാര്യമാണ്. കാരണം അങ്ങനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ ഒരു കേസാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ 311 2 സി ഉണ്ട്, അതായത് 311 ആർട്ടിക്കിളിലെ ക്ലോഷർ 2 ക്ലോഷർ സി. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, ദ പ്രസിഡന്റ് ഓർ ഗവർണർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഇൻക്വയറി ഈസ് നോട്ട് എക്സ്പീഡിയൻറ്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി, ഇറ്റ് ക്യാൻ ബി ഡിസ്പെൻസ്ഡ് വിത്ത്. അതായത് പ്രസിഡന്റിനോ ഗവർണറിനോ അവരെന്തല്ല സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ എൻക്വയറി ഈസ് നോട്ട് എക്സ്പീഡിയൻറ്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി. അതായത് ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട്, അപ്പോൾ ആ നടക്കുന്ന അന്വേഷണം ഉചിതമല്ല, എക്സ്പീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഉചിതം, അപ്പോൾ ഉചിതമായിട്ടല്ല നടക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, അന്വേഷണം അവിടെ വെച്ച് ഒഴിവാക്കാൻ പറ്റും, നിർത്തലാക്കാൻ പറ്റും. പിന്നെ അത് അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഉചിതമല്ല എന്നൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ എൻക്വയറി ഈസ് നോട്ട് എക്സ്പീഡിയൻറ്റ്, ഉചിതമല്ല ആ എൻക്വയറി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി, അപ്പം അതിങ്ങനെ തോന്നുവാണെങ്കിൽ ക്യാൻ ബി ഡിസ്പെൻസ്ഡ് വിത്ത്, അത് അവിടെ വെച്ച് ഒഴിവാക്കാനായിട്ട് പറ്റും. അതാണ് 311 2 സിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 310 2 പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, allows for contract to include compensation provisions if the post is abolished or the person is required to vacate for reasons not അപ്പം അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
311 2 സിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോഷർ 2 സിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇനി ആ ചെയ്തത്, അതായത് ഇപ്പം ആ ഒരു ബ്യൂറോക്രാറ്റ് ചെയ്ത ഇത് കാര്യം എന്ന് പറയുന്നത് നമ്മളെ നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്യൂരിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യമാണെങ്കിൽ ഹിയറിംഗ് ഒന്നും കൂടാതെ തന്നെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അവരുടെ കാര്യം കേൾക്കാനുള്ളൊരു അവസരം കൊടുക്കുക, വാദം കേൾക്കുക എന്നൊക്കെ ഉള്ളത് അല്ലേ, ഹിയറിംഗ് വിളിക്കും എന്നുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നേരിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിരിച്ചുവിടാനായിട്ട് പറ്റും ഗവൺമെൻറ്റിന്. പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണറിന് പിരിച്ചുവിടാനായിട്ട് പറ്റും അവരെ ഹിയറിംഗ് ഒന്നും കൂടാതെ തന്നെ. എപ്പോഴാണ് സിറ്റുവേഷൻ എന്താണ്, നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന സമയങ്ങളിൽ. അപ്പോഴും ഇതെന്തിൻ്റെ അണ്ടറിലാണ്, ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ കീഴിൽ വരും. ഹിയറിംഗ് ഇല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ആ റൈറ്റ് ടു ഹിയറിംഗ് എന്ന് പറയുന്നത് അതിനെ ഇത് ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ 310 2 പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിൽ 310 2 പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൺട്രാക്റ്റ് ബേസിസിൽ ആൾക്കാരെ എടുക്കും അല്ലേ, ജോലിക്ക് വേണ്ടിയിട്ട് 2 വർഷം 3 വർഷം അങ്ങനെ കോൺട്രാക്റ്റ് ബേസിസിൽ എടുക്കും. അങ്ങനെ എടുക്കുന്നവരെന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിലോ ഡിഫൻസിലോ ഒന്നും അംഗമായിട്ടുള്ള ആൾക്കാരായിരിക്കരുത്. അല്ലാതെയുള്ള സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരെ എടുത്തതിന് ശേഷം ആ കരാറ് തീരുന്നതിന് മുന്നേ ആ പോസ്റ്റ് ക്യാൻസൽ ആവുകയോ അല്ലെങ്കിൽ കരാറ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, അല്ല കരാറ് കോൺട്രാക്റ്റ് ഇത്ര വർഷത്തേക്കായിരിക്കും അല്ലെങ്കിൽ ഇത്ര മാസത്തേക്കായിരിക്കും, അതിന് മുന്നേ പോസ്റ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ഒരു കാലാവധിക്ക് ഉള്ളിൽ തന്നെ ഇവർ എന്താണ് പിന്നെ പുറത്താക്കുകയോ അവരെ ഒരു കാരണവുമില്ലാതെ മിസ്കണ്ടക്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ അവരെ എന്താണ് പുറത്താക്കുകയോ ഒന്നും അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കുക, കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് 310 2 പറഞ്ഞിരിക്കുന്നത്. അതായത് കോൺട്രാക്റ്റ് ബേസിസിൽ ആൾക്കാരെ എടുക്കുന്നു, അവർ വേറൊരിടത്തും ജോലി ചെയ്യാത്തവരായിരിക്കണം, സിവിൽ സർവീസിലൊന്നും അംഗമായിട്ടുള്ള ആയിരിക്കരുത്, ഡിഫൻസിലൊന്നും അംഗമായിട്ടുള്ള ആൾക്കാരായിരിക്കരുത്. എന്നിട്ട് അവരെ എടുക്കുന്നു, അവരെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവരെ കോൺട്രാക്റ്റ് ബേസിസിൽ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ട് ആ പോസ്റ്റ് ആ ഒരു കോൺട്രാക്ച്വൽ പീരീഡിന് മുന്നേ ആ പോസ്റ്റ് ക്യാൻസൽ ആക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ആ പോസ്റ്റ് ഇരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അവരെ പിരിച്ചുവിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മിസ്കണ്ടക്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ യാതൊരു തെറ്റും ചെയ്യാതെ തന്നെ അവരെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് 310 2 പറഞ്ഞിരിക്കുന്നത്. 310 എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെയാണ്